ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ കിളിക്കുടന്മാർക്ക് രാവിലെ തീറ്റ കൊടുക്കാനായിട്ട് വെള്ളോട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴ. പിന്നെ എന്ത് ചെയ്യാനാ, ഒരു ചായയൊക്കെ കുടിച്ച് മഴ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ഗൈസ്, മഴയെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൂടെല്ലാം തൂത്ത് വൃത്തിയാക്കുക. ഇത് നമ്മൾ ഡെയിലി രാവിലെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇവരുടെ ഈ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം താഴെ കിടന്നു കഴിഞ്ഞ് അത് പിന്നെ കിളികൾക്ക് പല ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ ടാസ്ക്കാണ് നമ്മുടെ തലേദിവസം തീറ്റ വെച്ചിരുന്ന് അവരുടെ പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റുക. ഇത് നമ്മുടെ സണ്ണിൻ്റെ കൂളിലെ പ്ലേറ്റുകളാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഏവിയറിലോട്ട് പോകാൻ നേരത്ത് നമ്മുടെ കാശിക്കുട്ടനും എത്തി. കാശി എൻ്റെ മകനാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 3.5 വയസ്സ് പ്രായമുള്ള എൻ്റെ മകൻ. അപ്പോൾ അവനും അമ്മയുടെ കൂടെ കൂടി. അപ്പം ഈ ഏവിയറിക്കകത്ത് വെക്കുന്ന പ്ലേറ്റ്സിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കിവി, നമ്മുടെ കേശവനും മണിക്കുട്ടിയും അവർ തീറ്റ തിന്നു കഴിഞ്ഞ് ഈ പ്ലേറ്റുകളെല്ലാം തട്ടി താഴെ ഇടും. എടുത്തുകൊണ്ട് വന്ന പ്ലേറ്റ്സ് എല്ലാം ഇപ്പം അമ്മ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകുകയാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി ചെയ്യണം, കാരണം അവർക്ക് തീറ്റ കൊടുക്കുന്നതല്ലേ. ഇതിലൂടെ അവർക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടാകരുത്. നമ്മൾ ഈ എക്സോട്ടിക് ബേർഡ്സിനെ നമ്മൾ വളർത്തുമ്പോൾ ഇവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ട്. പക്ഷേ എന്നാലും നമ്മൾ നല്ല രീതിയിൽ അവരെ ഹൈജീനിക്കായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇനി നമ്മളെ കിളിക്ക് രാവിലെ കൊടുക്കുന്ന തീറ്റ അമ്മ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പല ധാന്യങ്ങളാണുള്ളത്. കടലപ്പരിപ്പ്, ഗ്രൗണ്ട് നട്ട്സ്, ഗോതമ്പ്, അങ്ങനെ 2-3 വെറൈറ്റീസ് ഓഫ് ധാന്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വെക്കും. അതാണ് അവർക്ക് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കഴുകി എല്ലാം അമ്മ വൃത്തിയാക്കുകയാണ്. അമ്മയുടെ കൂടെ കാശിക്കൂട്ടാനും ഉണ്ട് ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇവിടെ കൂട് തുറന്ന അമ്മ ഏവിയറിനകത്തോട്ട് വന്നപ്പോൾ കിവി അമ്മയോട് എന്തോ ഒന്ന് പറഞ്ഞു. അത് മനസ്സിലായിട്ടുള്ളവർ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ. ഇനി അടുത്തതായിട്ട് തീറ്റ കൊടുക്കാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് മീനുകൾക്കാണ്. ഇതൊരു മിക്സഡ് ഗപ്പി ഇട്ടിട്ടുള്ള ഒരു ചെറിയൊരു അക്വേറിയമാണിത്.
അപ്പോൾ ഗൈസ് ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണാനും നമ്മുടെ കിളികളുടെയൊക്കെ പുതിയ അപ്ഡേറ്റ്സ് അറിയാനും പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ ചാനൽ.